ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീഡിയോ, പ്രണയിക്കുന്നു എന്ന കാരണം കൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, അവരെ വീട്ടുതടങ്കലിൽ സൂക്ഷിക്കാൻ, വീട്ടുതടങ്കലിലാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ. അത് വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി വരികയുണ്ടായി. അതിന്റെ ബേസിലാണ് ഞാൻ ഇന്ന് ഈ കേസ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. 21 വയസ്സുള്ള ഈ ഹർജി കൊടുത്തിരിക്കുന്നത് ഒരു യുവാവാണ്. 21 വയസ്സുള്ള ഒരു യുവാവാണ് ഈ ഹർജി കൊടുത്തിരിക്കുന്നത്. ഈ 21 വയസ്സുള്ള ഈ യുവാവും 19 വയസ്സുള്ള ഒരു യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അപ്പോൾ യുവതിയുടെ വീട്ടുകാർ ഇതറിയുമ്പോൾ ഇവരെ വീട്ടുതടങ്കലിലാക്കി. അവർ ഈ പ്രണയ ബന്ധത്തോട് യോജിക്കുന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് അവരെ വീട്ടുതടങ്കലിലാക്കി. ഇത് അറിയുന്ന യുവാവ് ഇതുകൊണ്ട് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യണം. അന്നേരം കോടതി പരിശോധിച്ച കാര്യം, കോടതി ആദ്യം ചെയ്തത് പെൺകുട്ടിയുടെ പാരൻസിനോട് കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പറയുകയും എന്നിട്ട് പെൺകുട്ടിയെയും കോടതിയിൽ അപ്പിയർ ചെയ്തിട്ട് പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. അപ്പോൾ കോടതിക്ക് മനസ്സിലായ കാര്യം, പെൺകുട്ടിക്ക് ഈ യുവാവിനോടൊപ്പം താമസിക്കാനാണ് ആഗ്രഹം. മാത്രമല്ല അവരെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്, പ്രണയബന്ധത്തോട് യോജിക്കാത്ത അവരുടെ പാരൻസ് എന്ന് മനസ്സിലാക്കിയ കോടതി അപ്പോൾ പെൺകുട്ടിയുടെ മൊഴി എടുത്തതിന് ശേഷം കോടതി ഡിസൈഡ് ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ, പെൺകുട്ടിക്ക് വളരെ പക്വതയുള്ള പ്രായമാണ്, പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ അവരെ വീട്ടുതടങ്കലിൽ പാർപ്പിക്കാനൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് ഇവരെ ഇപ്പോൾ സുരക്ഷിതമായിട്ട് ഒരു ബന്ധു വീട്ടിൽ താമസിക്കാൻ അവരോട് നിർദ്ദേശിച്ചു. അതിനൊരു വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രം യുവാവിനോടൊപ്പം പോയാൽ മതി എന്ന് കോടതി നിർദ്ദേശിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയെയോ നമുക്ക് വീട്ടുതടങ്കലിൽ പാർപ്പിക്കാൻ ആർക്കും തന്നെ യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലുള്ള ലീഗൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരാണ് നിങ്ങൾ ജസ്റ്റ് ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുക. സോ ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.